നമസ്കാരം. ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതവർഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്ന് പറയുന്നത് പുണർദം പൂയം നക്ഷത്രജാതരുടെ ഒക്ടോബർ മാസഫലമാണ്. പുണർദം നക്ഷത്രജാതർക്ക് ഒക്ടോബർ മാസം വ്യാഴത്തിൻ്റെ അനുകൂല ഭാവത്താൽ സാമ്പത്തികപരമായിട്ട് ഉയർച്ചയുണ്ടാക്കി അവരുടെ തൊഴിൽ മേഖലയിൽ ഉയർച്ചയുണ്ടാകുകയും ചെയ്യുന്നതാണ്. മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും കുടുംബ സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഈ മാസം. അവരുടെ പരിശ്രമത്തിനനുസരിച്ചുള്ള വിജയം നേടിയെടുക്കുവാൻ അവർക്ക് സാധിക്കുന്നതുമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധിക്കുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ഗവൺമെൻറ് ഉദ്യോഗം ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. വാഹന സംബന്ധമായും യന്ത്ര സാമഗ്രികളുമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് കൂടുതൽ ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് അപ്രതീക്ഷിതമായിട്ട് ശത്രുക്കളുടെ നീക്കങ്ങളെ നേരിടേണ്ടി വരുന്നതുമാണ്. ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കുവാൻ പറ്റിയ സമയം കൂടിയാണ്. ഈ നക്ഷത്രജാതരായ ഉദ്യോഗസ്ഥർക്ക് അധികാര സ്ഥാനങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കേണ്ടതായിട്ട് വരുന്നതാണ്. എന്നാലും കർമ്മരംഗം ശോഭനമായിരിക്കും. പൊതുവെ ഈ നക്ഷത്രജാതരുടെ ഗ്രഹാന്തരീക്ഷം സമാധാനപരമായിട്ടായിരിക്കും. ഉത്രാടം നക്ഷത്രജാതരായ സ്ത്രീകൾക്കും ഉത്തമമായ സമയമായിരിക്കും. സന്താനങ്ങൾക്കും ഭർത്താവിനും ശ്രേയസ് വർദ്ധിക്കുന്നതുമാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമായിരിക്കും. കർമ്മരംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും കൂടുതൽ അംഗീകാരങ്ങളും പദവിയുമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. കുടുംബ ഐശ്വര്യം, വിവാഹലബ്ധി എന്നിവയ്ക്കായി വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ടതാണിവർ. അതിനുവേണ്ടി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ച ദിവസവും നെയ്വിളക്ക് നേരുകയും ദുർഗാക്ഷേത്രത്തിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസവും അർച്ചന നടത്തുകയും ചെയ്യേണ്ടതാണിവർ. ഇപ്പോൾ രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ രാഹു കേതു പൂജയ്ക്കായി നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. പൂയം നക്ഷത്രജാതർക്ക് സാമ്പത്തികപരമായിട്ട് അത്ര നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കില്ല. ഔദ്യോഗിക രംഗത്ത് ഇവർക്ക് പുരോഗതി ഉണ്ടാകാവുന്നതാണ്. ശമ്പള വർധനവ് പ്രതീക്ഷിക്കുന്നവർക്ക് ഗുണം ലഭിക്കുന്നതുമാണ്. ചെറുകിട വ്യവസായം നടത്തുന്നവർക്ക് നിയമപരമായിട്ട് നടപടിക്രമങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല ബുദ്ധിയും അവരുടെ പരിശ്രമ ഫലവും കൊണ്ട്
അത്യുന്നത വിജയം നേടുവാൻ സാധിക്കുന്നതുമാണ്. ഈ നക്ഷത്രജാതരായ ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനുള്ള അവസരങ്ങൾ കൈവരുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് പുരോഗതി ഉണ്ടാകാവുന്നതാണ്. പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണിവർ. പൂയം നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും പ്രമേഹം, രക്തസമ്മർദ്ദം എന്നീ രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണിവർ. കുടുംബകാര്യങ്ങളിലൊക്കെ ഉചിതമായ തീരുമാനമെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. വിവാഹപ്രായം എത്തിയവർക്ക് നല്ല ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും സർക്കാർ ഉദ്യോഗം ലഭിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. വ്യവസായ മേഖലയിലും കാർഷിക മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സഫലമാകുന്നതാണ്. ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് പ്രശസ്തി, അംഗീകാരമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഈശ്വരാരാധനയ്ക്ക് സമയം കണ്ടെത്തേണ്ടതാണിവർ. പൂയം നക്ഷത്രജാതർ ഇപ്പോൾ ബുധൻ, കേതു, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനവും നവഗ്രഹ ക്ഷേത്ര ദർശനവും ദേവീ ക്ഷേത്ര ദർശനവും പതിവായി നടത്തേണ്ടതാണ്. പൂയം നക്ഷത്രജാതർ ഒക്ടോബർ മാസം എല്ലാ തിങ്കളാഴ്ച ദിവസവും ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥമായി ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവീക്ഷേത്ര ദർശനവും നടത്തേണ്ടതാണിവർ. നന്ദി, നമസ്കാരം.